ഒരു കവിത സ്കൂളിന്റെ ദുരിതാവസ്ഥ മാറ്റിയപ്പോൾ കവിത എഴുതിയ വിദ്യാർത്ഥിനിക്ക് അഭിമാന നിമിഷം. പാലക്കാട് കുഴൽമന്ദം ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്ന സ്നേഹയുടെ കവിതയാണ് സ്കൂളിന് ശാപമോക്ഷത്തിന് കാരണമായത്. എന്നും ഇരുട്ട് മാത്രമാവണമെന്നില്ല. നേരം പുലരുകയും സൂര്യൻ സർവ്വ തേജസ്സോടെ ഉദിക്കുകയും ചെയ്യും. കനിവാർന്ന പൂക്കൾ വിരിയുകയും വെളിച്ചം ഭൂമിയെ സ്വർഗമാക്കുകയും ചെയ്യും. നമ്മൾ കൊറോണയ്ക്കെതിരെ പോരാടി വിജയിക്കുകയും അതേ ആനന്ദം നിറഞ്ഞ പുലരിയെ തിരികെ എത്തിക്കുകയും ചെയ്യും. പഴയ ലോകം പോലെ പുഞ്ചിരിക്കാം, നമുക്ക് ഒത്തുചേരാം, കൊറോണയെ തുരത്താം. നാം കൊറോണയ്ക്കെതിരെ പോരാടി വിജയിക്കുകയും ആനന്ദം നിറഞ്ഞ പുലരിയെ തിരികെ എത്തിക്കുകയും ചെയ്യും. സർ, പാലക്കാട് കുഴൽമന്ദം GHSലെ 7ാം ക്ലാസ്സുകാരി സ്നേഹ എഴുതിയ കവിതയോടെ 2021-22 കേരള ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ടുള്ള പ്രസംഗം ഞാൻ ആരംഭിച്ചു. 2021-22 സംസ്ഥാന ബജറ്റിലാണ് അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക് പാലക്കാട് കുഴൽമന്ദം ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി സ്നേഹയുടെ കവിത ചൊല്ലിയത്. സ്നേഹയുടെ സ്വപ്നമായിരുന്നു വാടക കെട്ടിടത്തിൽ ശോചനീയാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന സ്കൂളിന്റെ മോചനം. പുതിയ കെട്ടിടം നിർമ്മിക്കാമെന്ന മന്ത്രി വാക്ക് നൽകി. 7 കോടി രൂപ അനുവദിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. സ്നേഹ ഹൈസ്കൂളും കഴിഞ്ഞ +2-ലെത്തി. മന്ത്രിയുടെ വാക്ക് പാഴ്വാക്കായില്ല. സ്നേഹയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി കുഴൽമന്ദം ഹൈസ്കൂളിന് പുതിയ കെട്ടിടമായി. സ്നേഹയ്ക്ക് സന്തോഷം. ഭയങ്കര സന്തോഷം, ഭയങ്കര ഒരു പ്രൗഡ് ഫീൽ തോന്നുന്നു. കാരണം അന്ന് ഇങ്ങനെയൊന്നും വിചാരിച്ചതല്ല ഇത്തരത്തിലൊരു സ്കൂള് സത്യമാവുമെന്നൊക്കെ. ഒരുപാട് സന്തോഷം. ഞാൻ ഉൾപ്പെടുന്ന അന്ന് പഠിച്ചിരുന്ന എല്ലാ കുട്ടികളുടെയും അതുപോലെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ടീച്ചേഴ്സിൻ്റെയും ഒരു പൊതു ആവശ്യം, എല്ലായ്പ്പോഴും ഒരു പൊതു ആവശ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്കൂളാണ്. അതായത് ആ സ്കൂളിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ നിന്ന് മാറി ഒരു പുതിയ സ്കൂൾ കെട്ടിടം എന്നതുള്ള എല്ലാവരുടെയും ഒരു പൊതു ആവശ്യമായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു കാര്യം ചോദിച്ചപ്പോൾ എൻ്റെ മൈൻഡിൽ ആദ്യം വന്നത് അത് മാത്രമാണ്. കുഴൽമന്ദം ഹൈസ്കൂളിലെ പുതിയ കെട്ടിടത്തിൽ പഠിക്കാനുള്ള അവസരം ലഭിച്ചില്ലെങ്കിലും ഇനി വരുന്നവർക്ക് മികച്ച സൗകര്യം കിട്ടിയത് സ്നേഹയുടെ മനസ്സ് നിറയ്ക്കുന്നു. മന്ത്രി വാക്ക് പാലിച്ചതിലും സന്തോഷം. ഞാൻ ഒരു 8ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ ശേഷം ഇതൊക്കെ സംഭവിച്ചതിന് ശേഷം സ്കൂൾ വരുന്നു, പണി തുടങ്ങിയെന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ ഞാൻ കരുതി 10th ഇവിടെ പഠിക്കാൻ പറ്റും. അത് എല്ലാവരും അങ്ങനെ തന്നെ കരുതിയത്. പക്ഷേ പല കാരണങ്ങളാൽ അത് കുറച്ചുകൂടി മാറി, സമയം കുറച്ചുകൂടി നീണ്ടെടുത്തപ്പോൾ ഞാൻ ഇപ്പോൾ +1 +2 ആലത്തൂർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ +2 കഴിഞ്ഞു. അപ്പോൾ എനിക്കുള്ള സന്തോഷം എന്താ വെച്ചാൽ എൻ്റെ ബാക്കിലുള്ള ഇനിയുള്ള കൂട്ടുകാർക്ക് ഇവിടെ പഠിക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു സന്തോഷം. 8ാം ക്ലാസ്സുകാരിയായ ഒരു പെൺകുട്ടി ഇങ്ങനെ ആവശ്യപ്പെടുമ്പോൾ അത് എത്രത്തോളം സീരിയസ് ആയിട്ട് ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു സർക്കാർ എടുക്കുന്നു എന്നുള്ളതിന് തെളിവാണിത്. അപ്പോൾ കുട്ടികളാണെന്ന് പറഞ്ഞ് നിസ്സാരക്കാരാണെന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്താതെ അവരുടെ വാക്കിനും വില നൽകിക്കൊണ്ട് അവരുടെ വാക്കിൻ്റെ ആ ഒരു വില പരിശോധിച്ചുകൊണ്ട് അത് സത്യമാക്കുന്ന ഒരു സർക്കാരാണ് നമുക്കുള്ളതെന്ന് മനസ്സിലാക്കുന്നത്. പുതിയ കെട്ടിടത്തിനായി സ്ഥലം സൗജന്യമായി നൽകിയത് പെരുങ്കുന്നം സ്വദേശി രുക്മിണി അമ്മയും മക്കളുമാണ്. എല്ലാവരോടും നാട് നന്ദി പറയുകയാണ്. ക്യാമറമാൻ രമേശ് റാമിനൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് മലയാളം, പാലക്കാട്.